പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനെ മറയാക്കി വാട്സ്ആപ്പ് വഴി സൈബർ തട്ടിപ്പിന് വ്യാപക ശ്രമം. പരിചയക്കാരുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിന്നെത്തുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജ് തുറന്നു നോക്കുന്നവരാണ് കുരുക്കിലാകുന്നത്. പഞ്ചായത്ത് മെമ്പർമാരുടെ ഉൾപ്പെടെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്താണ് ഹാക്കർമാർ പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനായുള്ള അപേക്ഷയെന്ന പേരിൽ ആപ്ലിക്കേഷൻ ഫയൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഫയൽ തുറക്കുന്നവരിൽ നിന്ന് ബാങ്കിംഗ്, ആധാർ വിവരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിരവധി സൈബർ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിൻ്റെ പുതിയ വേർഷനാണ് കോഴിക്കോട് കടലുണ്ടി മേഖലയിൽ നിന്ന് കാണാൻ സാധിച്ചത്. അതായത് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ തുറക്കാൻ നമ്മൾ മടിക്കും അല്ലെങ്കിൽ സംശയിക്കും. പക്ഷേ നമുക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്ന നാട്ടിലെ പഞ്ചായത്ത് മെമ്പറെ പോലുള്ള ആളുകൾ അവരുടെ നമ്പറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ തുറന്നു നോക്കും. അതാണ് കടലുണ്ടി മേഖലയിൽ സംഭവിച്ചത്. ബാക്കി മെമ്പർ തന്നെ പറയും. എന്താ മെമ്പറെ സംഭവിച്ചത്? ഞാനുള്ള പല ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നപ്പം പല ആളുകളും ഇതെന്നെ വിളിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആളുകൾ പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിലൊക്കെയാണ് ചോദിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു ഇതിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശങ്കയോടുകൂടി പല ആളുകളും വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിയാതെയാണ് എൻ്റെ ഈ ഒരു മെസ്സേജ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും പോയത്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ എൻ്റെ വാട്സപ്പ് എടുത്ത് ഓപ്പൺ ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്ക് വാട്സപ്പിൻ്റെ ഒരു ലോക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അത് റീലോഗിൻ ചെയ്ത സമയത്ത് എൻ്റെ ഫോണിലേക്ക് വരേണ്ട OTP വേറെ ഫോണിലേക്കാണ് പോയത്. അപ്പം നമുക്ക് സംശയം തോന്നി, ഇങ്ങനെ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി. ഉടനെ തന്നെ മകനുണ്ടായിരുന്നു വീട്ടിൽ, മകൻ്റെ അടുത്ത് ഫോൺ കൊടുത്തു. പിന്നെ വരുന്ന കോളുകൾക്കൊക്കെ ആ ഒരു മെസ്സേജ് ആരും ഓപ്പൺ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. സൈബർ സെൽ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കണം, നേരിട്ട് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഫോൺ ഹാക്ക് ചെയ്തതാണെന്ന് അവർ അറിയിച്ചിട്ടുള്ളത്. മെമ്പർക്ക് മാത്രമല്ല മറ്റൊരു മെമ്പർക്കും ഇതേ അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള ആരുടെങ്കിലൊക്കെ പേരിലാണ് പ്രധാനമന്ത്രിയുടെ ഹെൽത്ത് കാർഡിനുള്ള അപേക്ഷ എന്ന പേരിലുള്ള ഈ ആപ്ലിക്കേഷൻ ഫയൽ വന്നിരിക്കുന്നത്. ആ ഫയൽ തുറന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ തുറന്നൊരു വ്യക്തിയാണ്. തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? ക്ലബിൻ്റെ ഗ്രൂപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സെക്രട്ടറിൻ്റെ ഇതിലാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ബാൻഡ് എന്ന് കാണിച്ചു. അപ്പോൾ തന്നെ ഒരു കോളും വന്നു. ഡിപ്പാർട്ട്മെൻറ്റ് കോൾ വരുന്ന പോലെ, കസ്റ്റംസിൽ നിന്ന് കോൾ വരുന്ന പോലെ ഒരു കോൾ വന്നു. എൻ്റെ അഡ്രസ്സിൽ എൻ്റെ ഫോൺ നമ്പറിൽ ഇങ്ങനെ 50 ഗ്രാം MDMA ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോലാലംപൂരിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ചോളാം. പിന്നെ എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. നിരവധി ആളുകളുടെ ഫോണിലേക്ക് ഈ ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റ് രേഖകളോ അവരുടെ അറിവിൽ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ജനങ്ങൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് തുറക്കുന്ന സമയത്ത് അവരറിയാതെ അവരുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവരുടെ ഫോണിലുള്ള വിവരങ്ങൾ, വിലപിടിപ്പുള്ള രേഖകളും വിവരങ്ങളൊക്കെ തന്നെ ചോർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ആളുകൾക്കുണ്ട്. ഏതായാലും സൈബർ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. നമുക്ക് പരിചയമുള്ള നമ്പറിൽ നിന്ന് പോലും ഇങ്ങനെ ആപ്ലിക്കേഷൻ വരാം. അപ്പോഴും നമ്മൾ അത് ഉറപ്പുവരുത്തണം. അത് അവർ തന്നെയാണോ അയച്ചതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം തുറക്കുക. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.